ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന ചപ്പാത്തിയെ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റിനോ ടിഫിനിലോ ലഞ്ചിനോ ഒക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ 2 3 ഒക്കെ മതിയാകും. അതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു സ്മാഷർ വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം. കൈകൊണ്ട് ഉടച്ചാലും മതി, ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു 2 ചെറിയ തക്കാളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മല്ലിയില കുറച്ച് എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് കുഴച്ചോ അല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് എങ്ങനെ വേണോ എടുക്കാം. ഉരുളക്കിഴങ്ങ് കട്ടയൊന്നും ഇല്ലാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിൽ. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സവാള എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മതിയാകും കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ. ഇത് കുറച്ച് അംചൂർ പൗഡറാണ്, ഡ്രൈ മാംഗോ പൗഡർ. അതില്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ബാക്കി വെച്ചിരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാടായി പോകരുത്, നമ്മൾ ഉരുളക്കിഴങ്ങ് മസാലയിലും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതിനായിട്ട് വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒരു ചപ്പാത്തി പലകയിലേക്ക് വെക്കുന്നുണ്ട്. ചപ്പാത്തി പലകയിൽ തന്നെ വെക്കണമെന്നില്ല, കൗണ്ടർ ടോപ്പിൽ വെച്ചോ പ്ലേറ്റിൽ വെച്ചോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ മസാല ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് സെൻറ്ററിലായിട്ടല്ല, ഒരു സൈഡിലായിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കുന്നില്ല, ഒരു വശത്ത് മാത്രമാണ് ഇത് വെക്കുന്നത്. പിന്നെ മസാല വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കുക, അല്ലെങ്കിൽ കുറേശ്ശെയായിട്ട് വെക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇനി ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ചേർക്കണമെങ്കിലും കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മുതിർന്നവർക്ക് വേറെ കറിയൊന്നും വേണ്ടല്ലോ ഇതിന്. അപ്പോൾ അതിൽ നന്നായിട്ട് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർക്കാവുന്നതാണ്. കുട്ടികൾക്കത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു വശം പിടിച്ച് നന്നായിട്ട് അതൊന്ന് മടക്കി ഒട്ടിച്ച് വയ്ക്കുക. അതിൻ്റെ സൈഡ് കവർ ചെയ്ത് ഒട്ടിക്കണമെന്നില്ല. ഇനി നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കവർ ചെയ്ത് ഒട്ടിക്കാവുന്നതും കൂടെ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ കവർ ചെയ്ത് ഒട്ടിക്കുന്നില്ല കേട്ടോ, ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് വെച്ചതിന് ശേഷം ഒരല്പം ടൊമാറ്റോ സോസ് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതും ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ഞാനെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചപ്പാത്തിയൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കുന്ന ആ ഒരു ടൈം മതിയാകും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം, ഓയിലാണെന്നുണ്ടെങ്കിൽ ഓയിലും മതി. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ വലിയ തവയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 എണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിൻ്റെ പുറം ഭാഗം. ഇനി ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒരല്പം ഇത് 2 വശം ഒന്ന് മുരിഞ്ഞതിന് ശേഷം അതൊന്ന് എടുത്ത് നടുക്കിങ്ങനെ സെൻറ്ററിലായിട്ട് ഒന്ന് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ഞാനിവിടെ നെയ്യ് അതിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആ തവയിൽ തന്നെ കിടക്കുന്ന സൈഡിലൊക്കെ ആയിട്ടുള്ള നെയ്യാണ് കേട്ടോ ഞാനിതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ബട്ടറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം കൂടി നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്കിത് ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് എന്ത് വേണോ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ പുറം ഭാഗം കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിങ്ങനെ തന്നെ ടിഫിനിലൊന്നും കൊടുക്കണമെന്നില്ല. കുട്ടികൾക്കായാലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കുമ്പോഴും അതും ഒരു പ്രത്യേകിച്ച് ഒരു കാണാനും ഒരു ഭംഗിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്